മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല, അദ്ദേഹം തൻ്റെ നാട്ടിലെ ഖാളിയാണ്, ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് പരിചാരകരുണ്ട്. അദ്ദേഹം എവിടേക്ക് പോകുമ്പോഴും ചുറ്റും ആളുകൾ കൂടും. അങ്ങനെയുള്ള മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല കുതിരപ്പുറത്ത് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ജൂതനായ അടിമയായ ഒരു വ്യക്തി ഇബ്നു ഹജറിനെ തടഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, അദ്ദുന്യാ സിജുനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ എന്നൊരു ഹദീസുണ്ടോ? അഥവാ ദുനിയാവ് വിശ്വാസിക്ക് ജയിലറയും നിഷേധിക്ക് സ്വർഗവുമാണെന്ന് ഹദീസുണ്ടോ? അങ്ങനെ നിങ്ങൾ റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല പറഞ്ഞു, അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജൂതൻ പറഞ്ഞു, എങ്കിൽ ഞാൻ മുഅ്മിനും നിങ്ങൾ കാഫിറുമാകേണ്ടി വരും. കാരണം ഞാൻ ഈ ദുനിയാവിൽ നരകയാതനകൾ സഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നിങ്ങളാകട്ടെ സ്വർഗതുല്യമായി ഇവിടെ ജീവിക്കുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ജൂതന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: ദുനിയാവ് വിശ്വാസിക്ക് ജയിലറയും കാഫിറിന് സ്വർഗവുമാണെന്ന് ബോധ്യപ്പെടൽ ഈ ദുനിയാവിൽ വെച്ചിട്ടല്ല, മറിച്ച് നാളെ പരലോകത്തെത്തുമ്പോ സ്വർഗത്തിന്റെ സുഖാഡംബരങ്ങളിൽ വിശ്വാസി ജീവിക്കുമ്പോ, ആ സ്വർഗം കാണുമ്പോ, അതിന്റെ അനുഭൂതികൾ അവൻ നുകരുമ്പോ അവന് ബോധ്യപ്പെടും ദുനിയാവ് ഒരു ജയിലറ മാത്രമായിരുന്നു എന്ന്. ദുനിയാവിൽ എത്ര സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളാണെങ്കിലും സ്വർഗത്തെ അപേക്ഷിച്ച് ദുനിയാവ് ഒരു ജയിലറ മാത്രമാകുന്നു. എന്നാൽ ദുനിയാവിൽ എത്ര പീഡിപ്പിക്കപ്പെടുന്നവരാണെങ്കിലും, എത്ര കിരാതമായ അക്രമങ്ങൾക്ക് വിധേയരായി പ്രയാസപ്പെട്ട് പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ ജീവിക്കുന്ന നിഷേധിയായ വ്യക്തിയാണെങ്കിലും നരകത്തിന്റെ ശിക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോ ദുനിയാവിൽ അയാൾ അനുഭവിച്ചത് സ്വർഗതുല്യമായ അനുഭവതികളാണ് എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല ഇയാളെ ബോധ്യപ്പെടുത്തുകയാണ്.